സി ഞാൻ യൂഷ്വലി ഡാർക്ക് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും വളരെ സീരിയസ് ആയിട്ട് ഡ്രാമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ തന്നെ പേടിച്ചു പോയി. ആദ്യത്തെ ദിവസം ഷൂട്ടിന് ചെന്നപ്പോൾ I was like, I'm ready. I thought I have enough darkness in my life now that now Anju and I are going to be like the same. No, Anju was still way more dark. സുഷിൻ എന്താണ്, സുഷിൻ ഭയങ്കര അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല. We concur. I think the less seriously you take yourself, the better an actor you are. I think that's what I learned from her. That's a good point. രണ്ടുപേരും അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കട്ട് പറയണ്ട എന്ന് തോന്നിയ ഒരു സീൻ ഉണ്ടോ, ഒരു സീക്വൻസ് ഉണ്ടോ? അങ്ങനത്തെ ഒരുപാട് സീനുണ്ട് ആക്ച്വലി. Sometimes we were like കട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് കട്ട് കുറച്ചുകൂടെ കിട്ടുന്നതൊക്കെ പോരട്ടെ എന്നുള്ളൊരു. ഹലോ 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 ഹലോ, ആരാണ് എൻ്റെ മുമ്പിലിരിക്കണേ? ഞാൻ നിങ്ങളുടെ സിനിമ കണ്ടു ആൻഡ് അതിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആദ്യമേ തന്നെ പറയട്ടെ ക്രിസ്റ്റോ, എനിക്ക് ഇത്രയൊരു സന്തോഷം എന്താ വെച്ചാൽ രണ്ട് സ്ത്രീകളെ പോസ്റ്ററിൽ കാണുന്ന ഒരു സന്തോഷം ഒരുപാട് കാലത്തിന് ശേഷം. യെസ്, താങ്ക് യു. എക്സാക്ട്ലി. അതായത് അതും തുടങ്ങാം. ഈ രണ്ട് മാസ്റ്റർ ക്ലാസ് ഇൻ ആക്ടിങ്. താങ്കൾ ഇവരെ രണ്ടുപേരെയും ഈ ഫ്രെയിമിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത് എന്തായിരുന്നു മനസ്സിൽ? എനിക്കത് ഭയങ്കര ഒരു ഡ്രീം എന്താണ് കം ട്രൂ മൂമെന്റ് ആയിരുന്നു. ഐ മീൻ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ട് നടിമാര് ആൻഡ് ചേച്ചീനെയൊക്കെ നമ്മൾ കൊച്ചിലെ തൊട്ടേ ഐ മീൻ ജനിക്കുന്ന കാലം തൊട്ടേ കണ്ട് വളർന്ന ഒരു ഇതാണ്. ചേച്ചിയുടെ ഒരുപാട് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചീനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആ ഓർമ്മകളെല്ലാം ഉണ്ട്. ഈവൻ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തൊരു ഷോർട്ട് ഫിലിമിൽ എന്താണ് ഒരു ചേച്ചി ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് വരുന്നതായിരുന്നു എൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ചേച്ചി ഒരു എന്താ പറയുന്നത് ആ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് തോന്നും എനിക്ക് വേറെ ആരെയും വെച്ചിട്ട് അത് ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചെയ്യുന്നത് പാർവതി, ഞാൻ വായിച്ചു കേട്ടു, പെട്ടെന്നാണ് ഇത് കേട്ടപ്പോൾ ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് അപ്പ്. 2018 ആദ്യം ക്രിസ്റ്റോ എന്നോട് ഈ കഥ പറയാൻ വരുന്നത്. So that's what, how many years? 6 years? 6 years. Yeah. So he came home, he gave me a full narration. See, ഞാൻ യൂഷ്വലി ഡാർക്ക് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും വളരെ സീരിയസ് ആയിട്ട് ഡ്രാമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ തന്നെ പേടിച്ചു പോയി. ഓക്കെ, സത്യം പറയാലോ, ഞാൻ പറയുകയും ചെയ്തു. Didn't I tell you that I don't think എനിക്ക് ഇത് ചെയ്യാനുള്ള മെന്റൽ ഹെൽത്ത് ഉണ്ട്, or like the ability ഉണ്ട്. എനിക്ക് ഇതിന്റെ ഡെപ്ത് ഐ മീൻ I was obviously blown away by the screenplay. പക്ഷേ 2018 പാർവതിക്ക് അത് ഏറ്റെടുക്കാൻ കെൽപ്പില്ല എന്നുള്ള ഭാഗ്യത്തിനുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ബെറ്റർ യു ഗോ വിത്ത് സമൺ. ഐ എം നോട്ട് ഇൻ, എനിക്കത് I've never said no like that. Okay. So 2018 he left. Also 2-3 ചോദ്യങ്ങൾ എനിക്ക് ആക്ച്വലി ജെനുവിൻ ചോദ്യങ്ങൾ എനിക്ക് തോന്നാറുള്ള. അഞ്ജു എന്റെ ക്യാരക്ടറിന്റെ പേര്. അഞ്ജു ചെയ്യുന്ന ചില കാര്യങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, വാട്ട് ഇസ് ദ, ബിക്കോസ് ദർ ഇസ് എ കമ്മ്യൂണിറ്റി അണ്ടർസ്റ്റാൻഡിങ് ഓൾസോ, റൈറ്റ്? ലൈക്ക് ക്രിസ്റ്റോ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് ഹിസ് ഹോം ടൗൺ ദാറ്റ് വി ഷോട്ട് ഇൻ ഹിസ് ഹൗസ്. സോ അപ്പം എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു പ്രിറ്റൻഡ് ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാൻ കോഴിക്കോട് ജനിച്ച് വളർന്ന് തിരുവനന്തപുരത്തൊക്കെ വളർന്ന ആളാണ്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ദേ. സോ ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ I think then you connected with me in 2020, December. Again 2020 ഇടയ്ക്ക് connect ചെയ്തു. Again I said no. Again that was not because I didn't want to even listen to the subject. It was because time ഉണ്ടായിരുന്നില്ല. പിന്നെ next time when he contacted me, he said there's a new producer attached and script കുറച്ച് rework ചെയ്തിട്ടുണ്ട്. Do you want to read it? Okay. And this is the happy ending, right? Because I read half of the script and I'm tired. I'll be very honest. എനിക്ക് നമുക്ക് വിഷമാവും ചില, ബിക്കോസ് ഇറ്റ്സ് വെരി ഓണസ്റ്റ്. ഇറ്റ് കാൺ ഗെറ്റ് ഓണസ്റ്റ് ദാൻ ദാറ്റ്. ഒരു ഗിമ്മിക്ക് പോലും ഇല്ല. അപ്പം then I met him for coffee and I said, second half ഒന്ന് വായിച്ചു തരുമോ, ബിക്കോസ് എന്നെ കൊണ്ട് വായിപ്പിക്കരുത് പ്ലീസ്, ബാക്കി ഒന്ന് വായിച്ചെന്നാൽ അറ്റ്ലീസ്റ്റ് ക്രിസ്റ്റോവിൻ്റെ വോയിസിൽ തന്നെ അത് കേൾക്കുമ്പോൾ, ക്രിസ്റ്റോവിൻ്റെ വാക്കുകളിനെ കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. then he very patiently, as you know, he's always smiling. He will just stick, okay വേണോ വായിച്ചരാം, okay വായിക്കണോ വായിച്ചോളൂ, അങ്ങനെയാണ്. So he did that and then it was an immediate yes for me. But also എൻ്റെ ഉള്ളിൽ ആ ഒരു greed just came. I was like, കോൺവെർസേഷൻ നടക്കുന്നുണ്ടായിരുന്നു ചേച്ചിയായിട്ട് ആയം തൊട്ടേ. പക്ഷേ ഈ ചേച്ചിയുടെയും ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നു. പിന്നെ പാർവതി വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഐ മീൻ ഷി വാസ്
സോ ഹാപ്പി. ആരെയാണ് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് ചേച്ചി പേര് പറഞ്ഞപ്പോൾ ഷി വാസ് വെരി എക്സൈറ്റഡ്. ദെൻ ഐ ഓൾസോ വാണ്ടഡ് ടു ഗെറ്റ് ഹർ ലൈക്ക് സ്ക്രീനിൽ കാണുമ്പോണ്ടല്ലോ സത്യമായിട്ടും ആസ് എ ഞാൻ കണ്ടുകൊണ്ടിരുന്നൊരു പ്രേക്ഷകയ്ക്ക് ആരെ നോക്കണം എന്ന് ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചിയാണോ പാർവതിയാണോ? ആൻഡ് ദെൻ താങ്ക് ഗോഡ് യു ഗേവ് ഷിഫ്റ്റ് ഫോക്കസ് കപ്പിൾ ഓഫ് ടൈംസ്. അതുകൊണ്ട് ഇതില് ചേച്ചി തന്നെ കണ്ടാൽ മതി, ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ഈ ഒരു സിനിമയിലെ ഇങ്ങനെ ഒരു താങ്കൾ എന്താ പറയാ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. അതായത് കറി ആൻഡ് സൈനൈഡ് വാസ് ലൈക്ക് ഗ്ലോബലി സെക്കൻഡ് ആയിരുന്നു ട്രെൻഡിങ് ഇൻ നെറ്റ്ഫ്ലിക്സ് വിത്ത് ജോളി കൂടത്തായി കേസ്. അതിൻ്റെ ഒരു എന്താ പറയുക, അത് ഡാർക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക ട്രൂ സ്റ്റോറി, ഓതന്റിക് സ്റ്റോറി പറയുന്ന ഒരു സിനിമാറ്റിക്കിലേക്ക് ഈ കഥയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നരേഷനിൽ ഡിഫറൻസ് ചെയ്യാൻ ശ്രമിച്ചു? സത്യം പറഞ്ഞാൽ ഈ കഥയാണ് ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇത് 2005 എൻ്റെ ഫാമിലി നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. സോ എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ്, അപ്പൊ മുട്ടാറ് ആണ് അമ്മയുടെ വീട്. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും പ്രളയമൊക്കെ കണ്ടു തുടങ്ങി 2018-ലാണ്. പക്ഷെ അവിടെ എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം പൊങ്ങും. പണ്ടൊരു ഓൾഡ് ഡോക്യുമെന്ററി വന്നിരുന്നു, വീപ്പിംഗ് റൈസ് ബോൾ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അത് ഓർമ്മ വന്നു. അപ്പം അങ്ങനെ ഒരു വെള്ളപ്പൊക്ക സമയത്ത് 2005 എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചു. ആൻഡ് വി കുഡ് നോട്ട് ബെറി ഹിം ബിക്കോസ് ഇറ്റ് വാസ് ഓൾ ഫ്ലഡഡ്. ആൻഡ് പുള്ളി അവിടെ ഒരു സ്കൂൾ മാഷായിരുന്നു, ഭയങ്കര സാംസ്കാരിക പ്രവർത്തനത്തിലൊക്കെ ഭയങ്കര പങ്കാളിയായിരുന്നു. അപ്പം അവർക്ക് വേറൊരു നാട്ടിൽ കൊണ്ടുപോയിട്ട് ബെറി ചെയ്യാനുമുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്കൂളിലായിരുന്നു അച്ചാച്ചൻ തുടങ്ങിയപ്പം തൊട്ട് അവസാനം വരെ പഠിപ്പിച്ച്. ആൻഡ് ഹി ഡിഡ്ന്റ് ഈവൻ ചേഞ്ച് സ്കൂൾസ്. ഹി കുഡ് ഹാവ് ബിക്കം എ പ്രിൻസിപ്പൽ ആൻഡ് ഓൾ ദാറ്റ്, ബട്ട് ഹി ഡിഡ്ന്റ് വാണ്ട് ദാറ്റ്. ഹി ജസ്റ്റ് അപ്പം ആ സ്കൂളിൻ്റെ അവിടെ തന്നെ ബെറി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. വെള്ളം ഒന്നും താഴും അറിയാതെ 9 days. എന്നിട്ട് ഈ സിനിമയിലെ വെള്ളത്തിന്റെ നിരപ്പ് കൂടുമ്പോൾ ഈ വീടിനുള്ള ടെൻഷനും കൂടുന്നുണ്ട്. കറക്റ്റ്? അപ്പൊ അത് ഈ വെള്ളം വീടിന്റെ ഉള്ളിലേക്കും വെള്ളമുണ്ട്, വീടിന്റെ പുറത്തും വെള്ളമുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? ഇത്രയും വെള്ളം ചുറ്റും എക്സ്റ്റേണലി ആണ് ചോദിച്ചാൽ ഇതിന്റെ ഉള്ളിൽ വീടിനകത്തും വെള്ളം ഉണ്ടല്ലോ, വീടിന്റെ പുറത്തും വെള്ളമുണ്ട്. ഈ ടെൻഷന്റെ ഒപ്പം തന്നെ ഈ വെള്ളത്തിന്റെ ലെവല് കൂട്ടാൻ ആ ചിന്താഗതി എന്തായിരുന്നു? അല്ല, എന്നെ സംബന്ധിച്ചോളം വെള്ളം എന്ന് പറയുന്നത് ഒന്ന് ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ഫിസിക്കൽ കാര്യങ്ങളുണ്ട്. ഈ വെള്ളപ്പൊക്ക സമയത്ത് ഒരു ഫാമിലി ഒരു വീട്ടിൽ സ്റ്റക്ക് ആവുകയാണ് ഫ്യൂണറൽ നടത്താനായിട്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ദാറ്റ് ഫ്ലഡ് ഈസ് ഫോർ മീ എ മെറ്റഫോർ ഫോർ സെയിങ് you are finding it difficult to let go, like your inability to let go. So അതായിരുന്നു എനിക്ക് അത്. And then it just becomes even when the situation gets difficult like വീട്ടിനകത്ത് വെള്ളം കയറുമ്പോഴും ലൈക്ക് എനിക്കിപ്പോൾ അത് കൂടുതൽ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ടെൻഷൻ കൂടുന്നുണ്ട്. കമ്മിങ് ടു യു, അതായത് ഈ when you have to carry this whole multiple dimensions in the character, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ക്യാരക്ടർ അഞ്ജു ഇതിങ്ങനെ സംസാരിക്കുന്നു, പക്ഷെ അഞ്ജു അത് പറയും ആ ഡയലോഗ്. ചില കാര്യം എസ്പെഷ്യലി ഇനി എന്നെ ഇങ്ങനെ ഈ ഇന്ന പേര് വെച്ച് വിളിക്കരുത്. സോറി, ഞാൻ സ്പോയിലർ പറയില്ല, കാണാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്കിത് വയ്യ എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇന്നത് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള പല എന്താ പറയാ, ചില നേരം നമ്മൾ കഴിയും ഇങ്ങനത്തെ സമയത്ത് ഇയാളെ എന്തിനാ ഇത്ര കട്ടിയായിട്ട് പറയുന്നത്. പക്ഷേ യു ഹാവ് ടു സേ ദാറ്റ്. ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലേക്ക് എത്തുമ്പോഴേ താൻ പറഞ്ഞല്ലോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വായിക്കാനും കൂടി ബുദ്ധിമുട്ടായപ്പോൾ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അഞ്ജു? So I remember ആദ്യത്തെ ദിവസം ഷൂട്ടിന് ചെന്നപ്പോൾ I was like, I'm ready. I thought I have enough darkness in my life now that now Anju and I are going to be like the same. No, Anju was still way more dark. ഞാൻ അത്ര എത്തിയിട്ടുണ്ടായിരുന്നില്ല. No, but every day also നമ്മുടെ shoot had to be mostly chronological. Because of the water. There's also a production element to that. Like we can't keep raising the water up and down. There's a cost element to that and all of that. Obviously നമ്മൾ അപ്പം chronologically കൂടിയാണ് പോകുന്നത്. അപ്പോൾ it feels like നമ്മളിങ്ങനെ closing in. നമ്മളിങ്ങനെ ഒരു ഐലൻഡിൽ നിൽക്കുകയാണ്, the water is just coming in. അതുപോലെ തന്നെ ഇമോഷണലി ഓൾസോ. And I feel like this may be superstitious sounding, പക്ഷേ ഓരോരോ രീതിയിൽ നമ്മൾ ഇഞ്ചോർഡൊക്കെ ആവാൻ തുടങ്ങി ഓൺ സെറ്റ്. ലൈക്ക് ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് ഒബ്വിയസ്ലി കഴുത്തുളുക്കുന്നു, പനി വരുന്നു, വീഴുന്നു, കാലും ഉളുക്കുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് എന്തൊക്കെയോ ഇസ് മാനിഫെസ്റ്റിംഗ് ഇൻ ദ ബോഡി ഓൾസോ. കാര്യം നമ്മൾ ഒബ്വിയസ്ലി മനസ്സിലുള്ളത് ഒരു പരിധി വരെ അഭിനയിച്ച് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം
obviously a lot of conversation. So ക്രിസ്റ്റോ എപ്പോഴും നമ്മുടെ ഇപ്രാവശ്യം നമുക്ക് ഇപ്പോൾ വാനിറ്റി വാനൊക്കെ കിട്ടുമല്ലോ ഇരിക്കാൻ, നമുക്ക് അതിന് ഒരു കെട്ടുവെള്ളമായിരുന്നു. ബിക്കോസ് അത്രയും സ്ഥലമേ ഉള്ളൂ ആ വീടിൽ നിന്നും അത് പുറത്തേക്ക് വെള്ളമാണ്. അപ്പോൾ നമുക്ക് ബോട്ട് അതെ, അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് വിത്ത് മീ ആൻഡ് ഒരു ചേച്ചി ഹി വിൽ ഗോ ത്രൂ ദ സീൻ അഗൈൻ, നമ്മൾ എവിടെയാണെന്നൊന്ന് നോക്കാൻ. അതായത് നമ്മൾ ആ ഡയലോഗുമായിട്ട് ഡു വി ഹാവ് എ ഫ്രിക്ഷൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ക്രിസ്റ്റോന് അത് ഭയങ്കരമായിട്ട് മാറ്റം തോന്നുകയാണ്. ക്രിസ്റ്റോ പറയൂല്ല അഞ്ജു ഇങ്ങനെ പറയുക അവിടെ. സോ ദെൻ ഐ ബി ലൈക്ക്, പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല അഞ്ജു എങ്ങനെ. കാര്യം എന്താ അറിയോ, അഞ്ജുവിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. അഞ്ജു അത് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു സീൻ ദ ഫിലിം. അപ്പോൾ ആ പേരൻസിന്റെ മോളും കൂടെയാണ്. ഷീസ് മെയ്ഡ് എ ചോയ്സ് ടു ഗെറ്റ് മാരീഡ്. അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഡിസൈഡ് ചെയ്ത അഞ്ജുവും കൂടെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ നമ്മൾ ഒരിക്കലും കാണാറില്ല നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റം എത്ര പെയിൻഫുൾ ആണെന്നുള്ളത്. മാറ്റം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ആൾക്കാർ നമ്മളെ കാണുമ്പോഴത്തേക്കോ വളരെ സ്ട്രോങ് ആയല്ലോ ഇപ്പം. പക്ഷെ ആ ഒരു സ്കിൻ, when the snake removes its skin, the snake knows the pain of it, right? Like we just look at it as a process. So I feel like Anju is constantly going through that pain. ആ ഒരു സഹികെടുന്ന അവസ്ഥ എത്തുമ്പോഴാണ് അവൾ കുറച്ച് പോയിന്റഡ് ആയിട്ട് പറയാൻ തുടങ്ങുന്നത്. കാര്യം അവൾക്ക് അത് എങ്ങനെ ഷുഗർ കോട്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ അങ്ങോട്ട് എന്താ പറയാ, സോ എനിക്ക് അത് മനസ്സിലാക്കാനും പാടായിരുന്നു. കാര്യം നമ്മളുടെ മനസ്സ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയില്ല എടാ നിനക്ക് ഇങ്ങനെയും പറയായിരുന്നല്ലോ. പക്ഷെ നമ്മൾ ആ മൊമെന്റിലായിരുന്നെങ്കിൽ മേ ബി വി വിൽ ഓൾസോ ഹാവ് സെറ്റ് ദ സെയിം വെരി റൂഡ് മീൻ തിങ്സ്. പക്ഷെ ഐ ഫീൽ അഞ്ജു ഹാസ് എ സോഫ്റ്റ്നെസ് ഇൻ ഹർ വിച്ച് ഇസ് എ വെരി പഠിച്ചെടുത്ത സോഫ്റ്റ്നെസ്. ആ സോഫ്റ്റ്നെസ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് റൂമിൽ കയറുമ്പോൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് യു ഹഗ്ഗിങ്, ദാറ്റ് സീൻ വാസ് വെരി ക്ലോസ്. I love that shot. Very close with the eye. എനിക്കറിയില്ലല്ലോ എങ്ങനെ, I don't ever watch. ഉള്ളിൽ നിന്ന് കാണുമ്പോൾ വെരി ഗുഡ്. അത് ചിലതൊക്കെ നമ്മുടെ മനസ്സിലായി നിൽക്കുന്നത്. അതുമാതിരി വേറൊരു സീൻ എനിക്ക് പറഞ്ഞേ പറ്റുമെന്ന്, ഈ രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട്, കുറെ പ്രാർത്ഥന നടക്കുന്ന സീൻ, വേർ ദിസ് എൻറ്റയർ തിങ്സ് ഹാപ്പനിങ്. ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. സത്യം പറ ആ സീൻ എന്തിനാണ് ഇത്ര വേഗം കട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഐ ഡോണ്ട് നോ വെദർ യു ഫെൽറ്റ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് അവിടെ പിന്നെ യു ഗെറ്റ് അപ്പ് ആൻഡ് ഗോ. അയ്യോ കഴിഞ്ഞല്ലോ ഈ സീൻ. ബിക്കോസ് ഇവര് രണ്ടുപേരും എന്താ പറയാ ആരാരാ മുമ്പിൽ നിന്നാണ്, കരയണോ കരയാം, ഡയലോഗും വോയിസ് മോഡുലേഷനും. എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമായിരുന്നു അതിലത്തെ ഡയലോഗ്സും. ബൈ ദാറ്റ് ടൈം ഭയങ്കര ടയേർഡാണ്, ഇമോഷണലി ടയേർഡാണ് ഞാനും ഉർവശി ചേച്ചി രണ്ടുപേരും. ബിക്കോസ് വി ആർ സ്റ്റിൽ ക്രൈങ് ഓൾമോസ്റ്റ് എവറി ഡേ. നോ ലൈക്ക് നമ്മൾ ഒരു ബ്രേക്ക് ഇല്ല നമുക്ക്. ഇതിൽ കോമിക് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ, ഇത് റിയൽ ലൈഫ് പോലെയാണ് ട്രീറ്റ് ചെയ്തിരിക്കണേ. സോ അറ്റ് ദാറ്റ് പോയിന്റ് പറയുന്നതിനൊക്കെ സത്യസന്ധത കൂടിക്കൊണ്ട് വരിക. വി ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് അവർ സിസ്റ്റം. സോ എവറി ടൈം ഐ എം ലുക്കിംഗ് അറ്റ് ഹർ, ഷീ ഈസ് ലൈക്ക് വിതൗട്ട് സ്കിൻ. ഒരു ചേച്ചിക്ക് സ്കിന്നില്ല, മറവില്ല. അപ്പൊ അത് കണ്ട് ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആസ് എൻ ആക്ടർ ഐ എം ലൈക്ക് വോ, ബട്ട് ഐ എം ലൈക്ക് നോ ഫോക്കസ് ഓൺ യുവർ ക്യാരക്ടർ. ലൈക്ക് ഐ വാസ് സ്റ്റാർ സ്ട്രക്ക് ത്രൂ ഔട്ട്. സോ എൻ്റെ എക്സ്പീരിയൻസ് ഇസ് ഡിഫറെൻറ്റ്. ബിക്കോസ് ഐ റിമെമ്പർ ഓരോ സീൻ കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ റിലീഫാണ്. ബിക്കോസ് ഐ എം ലൈക്ക് ഓക്കെ ക്രിസ്റ്റോ is happy with that, I don't have to go back there anymore. Trust me, I don't think I have been this scared to go emotionally this dark in my entire career. Thanks. അല്ല, but how did you feel? I'm actually excited to know. ആ സീൻ എടുക്കുമ്പോൾ what was in your mind? എൻ്റെ മനസ്സിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എന്താണ് ഷൂട്ട് എങ്ങനെയെങ്കിലും മുമ്പ് ഷൂട്ട് തീർക്കണം, അല്ലെങ്കിൽ അടുത്ത ഇതാകും. അതെ, സത്യമായിട്ട് ആ ഡയറക്ടറിന്റെ വിഷമം നമുക്ക് അപ്പോഴേ മനസ്സിലാവുന്നില്ല. പ്രൊഡക്ഷൻ കൺട്രോളറെ ഒക്കെ ഞാൻ നമിച്ചു കേട്ടോ, ഡിക്സൺ കൊടുത്ത. അതെ, ആൻഡ് ഈവൻ യു ഹാവ് റിപ്പീറ്റഡ് യുവർ ക്യാമറമാൻ അല്ലേ, ഫ്രം ഷഹനാദ്. ആൻഡ് സോ ഈ ഒരു കുട്ടനാടിന്റെ എല്ലാ ഭംഗിയും തന്നെ വീടിന്റെ ഉള്ളിലും വീടിന്റെ പുറത്തുമൊക്കെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീൻ ഏതായിരുന്നു ആസ് എ ഡയറക്ടർ, മനസ്സുകൊണ്ടും വെൻ യു റൈറ്റിംഗ് ആസ് വെൽ ആസ് ടു ഷൂട്ട്? എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീൻ ഇപ്പം മുമ്പ് പറഞ്ഞ സീൻ തന്നെയാണ്. ഈവൻ വെൻ ഐ സീ ദ ഫിലിം, ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ സീൻസ് ഐ എം റിയലി proud of, and like I don't know, I just feel there is something to that scene always. And then there is such depth and nuance in that thing, and it's not something that you also see, you have seen before. So I mean, I thought that was very powerful scene, and also with the imagery and all that,
where these two people are sitting and talking and all those things. So that is one of my favorite scenes in the film. ശരിക്കും അത് ഭയങ്കര നല്ല scene. Yeah, and I think we even before നമ്മളെ ഷൂട്ടിന് മുമ്പും എനിക്കൊന്ന് ചേച്ചിയും പാർവതിയായിട്ട് ഇരുന്നിട്ട് കുറെ ഡയലോഗ് പോയിന്റ് പറയുമ്പോൾ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് അല്ല, ഓരോ സീനിനും മുമ്പ് ഒരു മിനി വർക്ക്ഷോപ്പ് ഉണ്ടാവും. അതായത് ക്രിസ്റ്റോ ചേച്ചീൻ്റെ അടുത്ത് പോവും, പിന്നെ ഞാനൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ റൂമിലും നമ്മൾ 3 പേരും കൂടി ഇരിക്കും. ചില സമയത്ത് എനിക്ക് തോന്നും ഇത് പറഞ്ഞു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ക്രിസ്റ്റോ പറയും, പറഞ്ഞു നോക്കൂ, ലൈക്ക് ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് സംടൈംസ് എഴുതി കഴിയുമ്പം ഓൺ പേപ്പർ ഇറ്റ് ലുക്സ് ഗുഡ്, ബട്ട് വെൻ ഐ സേ ഇറ്റ് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ഫിറ്റിംഗ്. ഭാഷയല്ല ഇത്. പല സമയത്തും എനിക്ക് തോന്നി ഞാൻ ആയിട്ടില്ല എന്നൊക്കെ വരും. Bring me back. So that was also another added thing. പക്ഷെ ഉർവശിയൊക്കെ ഉണ്ടല്ലോ, she is like a എന്താ പറയാ encyclopedia. She just has to open that file and then download that. പഴയ ഫയൽ and then വള്ളം ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഞാൻ കുറെ പരിശീലനമൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചേച്ചി വിൽ ടെൽ മീ കഥ പണ്ടത്തെ സിനിമയിൽ ചേച്ചിനെ വെറുതെ അങ്ങ് തോണിലിട്ട് അവരങ്ങ് പുഷ് ചെയ്യും പാട്ടൊക്കെ പഠിക്കണത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് ഐ ഹാവ് ടു ടെൽ യു, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്കൾ ഇൻസ്റ്റാഗ്രാമിൽ താങ്കളുടെ ഭാര്യയുടെ കൂടെ ഒരു കല്യാണ ഫോട്ടോ ഞാൻ കണ്ടു. ഷീസ് വെയറിംഗ് എ നൈസ് ലൈറ്റ് റോസ് കളർ സിൽക്ക് സാരി എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ. അതേ ഫ്രെയിം തന്നെയാണല്ലോ ഇവരുടെ കല്യാണ ഫോട്ടോ ഇട്ടത്, ആണോ? അത് മനസ്സിലായോ? ഇതുണ്ടോ? അല്ലല്ല, സബ്കോൺഷ്യസ്ലി വല്ല ഫ്രോയിഡിയൻ സംഭവമാണോ നോക്കട്ടെ. ഐ ജസ്റ്റ് തോട്ട് ലൈക്ക് ദാറ്റ്. ഒരു ഇതില് നിങ്ങളുടെ കല്യാണ ഫോട്ടോ എന്ന് പറയുന്നത് ചുമര് തൂങ്ങിക്കിടക്കുന്ന ഫോട്ടോ ആണ്. സോറി, അതില് നിങ്ങളുടെ സ്വന്തം കല്യാണ ഫോട്ടോന്റെ ഒരു സാമ്യത തോന്നി. കുറച്ച് ബുദ്ധി അധികാണ്ട് ചോദിച്ചാട്ടോ ഞാൻ, സോറി. കുറച്ച് എന്തെങ്കിലും കുറെ കൂടെ മെറ്റാഫിസിക്കൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത്രയൊന്നും ഡീപ്പ് അല്ല ക്രിസ്റ്റോ. അത് കുഴപ്പമില്ല. സുഷിൻ ശ്യാം, ഓ മാൻ, യെസ്, അത് എനിക്ക് തന്നെ സർപ്രൈസ് ആയിരുന്നു. ഐ ഡിഡ്ന്റ് നോ അണ്ടിൽ മച്ച് ലേറ്റർ. അത് വളരെ മിനിമലിസ്റ്റ് സ്കോറാണ്. പാട്ടില്ലാത്ത സുഷിൻ ശ്യാമിന്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു സുഷിൻ പറഞ്ഞു എനിക്ക് വളരെയധികം ക്രിസ്റ്റോ ഒരു പാവമാണ്. സുഷിൻ എന്താണ്, സുഷിൻ ഭയങ്കര അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ബിക്കോസ് എന്താണ് നമ്മള് എന്താണ് ഒരു മ്യൂസീഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ടെക്നിക്കാലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സുഷിൻ വളരെ സിമ്പിളായിട്ട് അതിന്റെ ഇമോഷനെ പറ്റി മാത്രമാണ് എപ്പോഴും സംസാരിക്കുക. അപ്പം സുഷിൻ വളരെ തുറന്ന് പറയുകയും ചെയ്യും, ഇത് വർക്കായില്ല, എനിക്ക് ഇമോഷൻ കിട്ടുന്നില്ല. നമ്മൾ പറയും ഇമോഷനാണ് വേണ്ടതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയും എനിക്ക് ഇതൊന്നും കിട്ടുന്നില്ല. അപ്പം അത്രയും ഭയങ്കര ഓപ്പൺ ആണ് സുഷിൻ. അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് എഡിറ്റിംഗ് ടേബിളിൽ പോകും, എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ പറ്റി ആലോചിക്കും. കിരൺ ദാസ്. അപ്പം പിന്നെ സുഷിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്കൊന്ന് പാർവതിയുടെ അടുത്ത് പറയുന്ന ആ സമയത്ത് തന്നെ ആയിരിക്കാം സുഷിൻ, ആ സമയത്ത് എനിക്കൊന്ന് കുമ്പളങ്ങി നൈറ്റ്സ് ആ സമയത്താണ് സുഷിന്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ ടച്ചിലുണ്ട്. പിന്നെ നമ്മളെ കോവിഡ് ഒക്കെ കണ്ട് ഒരുപാട് പ്രശ്നമായി. പിന്നെ ഫൈനലി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് സുഷിൻ എന്താണ് ഫസ്റ്റ് കട്ട് കണ്ടിട്ടാണ് സുഷിൻ പിന്നെ അതിലേക്ക് ഇന്നായത്. ഈ അഭിഷേക് ചോബയും അതുപോലെ എന്താ പറയുക ഹണി ട്രെഹാൻ ഇഷ്കയെ പിന്നെ ഉടുത്ത പഞ്ചാബ് ഒക്കെ ചെയ്ത അദ്ദേഹമല്ലേ? അവരും പിന്നെ RSVPയുടെ ഐ തിങ്ക് പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ മലയാളം സിനിമയാന്ന് പറഞ്ഞു. അവർ ആദ്യമൊക്കെ OTT മലയാളം സിനിമകൾ ചെയ്തിട്ടുള്ളൂ. സോ ഇത് ശരിക്കും പറഞ്ഞൊരു ഡ്രീമാണ്. ഒരു മലയാളി പയ്യൻ ഇരുന്ന് കോട്ടയത്തോ കണ്ണൂരോ ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്തൊരു പയ്യനൊരു ഡ്രീമാണ് ഈ ഒരു താങ്കൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു വാട്ട് വാസ് എങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ അവർക്ക് ഈ സ്ക്രിപ്റ്റ് എത്തിക്കാനൊക്കെ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കതൊരു എങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ രീതിയിൽ അത് ചെയ്യണം. പിന്നെ ഞാൻ പോലും അറിയാതെ അത് വലുതായി വരികയായിരുന്നു. ഇപ്പൊ നമ്മൾ ഡ്രീം കാസ്റ്റിനെ പറ്റി പറഞ്ഞ പോലെ ഒരു ഡ്രീം ക്രൂവും ഡ്രീം പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിരുന്നു ഇതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിസ്ഥാൻ ഞാൻ ജയിച്ചത്. അമീർ ഖാൻ്റെ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു സിനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഇതിനായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഇപ്പം അതിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ലെപ്പട്ട ലേഡീസ് ആണ് ഇപ്പം എന്താണ് നമ്മളെല്ലാം ഭയങ്കര. അപ്പൊ അന്ന് ബോംബെയിലായിരുന്നു അതിന്റെ ഫംഗ്ഷനൊക്കെ. അപ്പൊ അന്ന് ബോംബെ എന്നുള്ള എല്ലാ സ്റ്റുഡിയോസും 10-20-25 സ്റ്റുഡിയോസ് അവിടെ വന്നിട്ട് ഈ കഥ കേൾക്കുകയൊക്കെ ചെയ്തു. അപ്പം അതാണ് എനിക്കൊന്ന് കുറച്ചൊരു പുഷ് തന്നത്. പിന്നെ അപ്പൊ അന്ന് കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹണി എന്നെ വിളിക്കുകയാണ് ചെയ്തത്. പിന്നെ അതെ പിന്നെ സത്യം പറഞ്ഞാൽ എന്താണ് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ ടു പവർ ഹൗസസ്, ബട്ട് അങ്ങനെ ആയതുകൊണ്ട് ഇത് ഫണ്ട് ചെയ്യാനും വളരെ പാടായിരുന്നു. ആൻഡ് ഹണി സ്റ്റുഡ് behind it, like throughout the journey I should just say that like he has been and he has been very എന്താണ് പറയുന്ന ഒരു ടിപ്പിക്കൽ പ്രൊഡ്യൂസറിനെ പോലെ അല്ലാതെ he was very he gave some leeway which normally a producer
wouldn't give, like because എനിക്കൊരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് ഒക്കെ ഉണ്ട്. He doesn't have to do it, but lot of times he said that എന്താണ് Christo, you will make the film this year either with me or without me, because there was another party who was interested. Very good. And he couldn't, he was was trying to raise the funds, and he said, and I had contractual obligation with him for like 2 more years or something, but he said like I will let it go, you will do it this year, if I'm not able to do it, you will do it with them. ഭാഗ്യം ചെയ്ത ജന്മല്ലേ. ശരിക്കും അല്ല, ഐ ഫീൽ ലൈക്ക് ഇഫ് ദാറ്റ് ഇന്റൻഷൻ പ്യുവർ ആണെങ്കിൽ the world will bring you the right people around. എൻറ്റയർ സിനിമ ഷൂട്ടിങ്ങിലെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തതാ. ഫസ്റ്റ് സീൻ a dream sequence. Oh my good god. അതെനിക്ക് നല്ലൊരു ഐ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത 2-3 ദിവസം നല്ല ഷൂട്ട് കുറച്ച് എല്ലാവരും എഫക്റ്റഡ് ആയി ബിക്കോസ് ഓഫ് ദ വാട്ടർ, ആസ് യു നോ ഇൻ ദ ഡ്രീം സീക്വൻസ്. അത് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദാറ്റ്. കണ്ണ് ഇത്രയും വലുതായി. അതുകൊണ്ട് അഞ്ജുവിന് കോൺസ്റ്റന്റ്ലി ത്രൂ ഔട്ട് ദിസ് തിങ് ഒരു ചെറിയ മുഴയുണ്ട് ഇവിടെ. എനിക്ക് കോസ്റ്റ്യൂമിൽ എനിക്ക് വെച്ചെങ്കിൽ ഒരു സാധാരണ നാട്ടിൻപുറത്ത് അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. The way you walked, വ്യത്യാസം ഉണ്ടായിരുന്നു. എല്ലാ തവണയും ഞാൻ ആ കോസ്റ്റ്യൂം ഇടുമ്പം something changed. ആ റൂമിൽ കയറുമ്പോൾ സംതിങ് ചേഞ്ച്ഡ്. ഇറ്റ് ഹാഡ് എ ലോട്ട് ടു ഡു വിത്ത് ഞാൻ പോലും എഫേർട്ട് ഇടാതെ കുറേ എനർജി ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അറ്റ് സം പോയിന്റ് ബിക്കോസ് ഐ വാസ് ടോക്കിംഗ് ടു ക്രിസ്റ്റോന്റെ ഫാമിലി വിസിറ്റഡ് ഐ തിങ്ക് അറ്റ് വൺ പോയിന്റ് ഓൾസോ, ആൻഡ് വാച്ചിങ് ദം വാസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ബിക്കോസ് ദർ ഇസ് ഒരു ഒതുക്കുണ്ട് എന്ന ഒരു there is what is the right way to say it? There is a freedom to their legs, but somehow their upper body is stiff. That's a good point. Yeah, they're like, because they're workers, right? I mean, അവരെല്ലാം ചെയ്യുന്ന അവരാണ്. അപ്പം അഞ്ചു തോണി എടുത്ത് ഇറങ്ങുന്നത് സ്കൂട്ടർ എടുത്ത് ഇറങ്ങുന്ന പോലെയാ. അതെ, അതാണ് സ്ത്രീകൾക്ക് നിങ്ങൾ നേരെ കൊച്ചുകുട്ടികാലത്തെ കണ്ടിട്ട്. അതെ, ബിക്കോസ് പുറത്ത് വെള്ളം വന്ന് തോണി എടുക്കും നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ എടുത്തു പോകും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് നോട്ട് ഈവൻ ഒരു എക്സ്ട്രാ തോട്ട്, ഒരു മെന്റൽ ലോഡൊന്നും ഇല്ല അതിൽ. അതുകൊണ്ട് തന്നെ പക്ഷേ അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ദേ ആർ വിമൻ, ഫ്രം ഹിയർ ഓൺ അപ്പ് ദർ ഇസ് എൻ ഒതുക്കം. സോ വിച്ച് കെപ്റ്റ് കമ്മിങ് ടു മീ, വിച്ച് ഓൾസോ ആഡ്സ് ടു ഒരു എലമെന്റ് ഓഫ് സ്ട്രെസ് which will then continue in your face and the rest of all your decisions you make in life. അടുത്ത കാലത്ത് അഭിനയിച്ചതൊക്കെ പ്രഗ്നൻസി റിലേറ്റഡ് ആണ്. എന്താവോ അമ്മയും അച്ഛനും വെറുതെ പേടിപ്പിക്കണ്ട ചേച്ചി. ഏത് സമയത്ത് ക്രിസ്റ്റോന് തോന്നിയ ഈ രണ്ടുപേരും അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കട്ട് പറയണ്ട എന്ന് തോന്നിയ ഒരു സീൻ ഉണ്ടോ, ഒരു സീക്വൻസ് ഉണ്ടോ? അങ്ങനത്തെ ഒരുപാട് സീനുണ്ട് ആക്ച്വലി. Sometimes we were like കട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് കട്ട് കുറച്ചുകൂടെ കിട്ടുന്നതൊക്കെ പോരട്ടെ എന്നുള്ളൊരു ലൈനായിരുന്നു. And he'll always come back and he'll smile and say, അപ്പോൾ ഞാനും ചേച്ചിയും പറയും എന്താ ക്രിസ്റ്റോ കട്ട് പറയത്തല്ല, ഇനി എന്തെങ്കിലും ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. Because he is trusting us obviously. പക്ഷേ he also had tough times. Sometimes we would start laughing because Urvasi ചേച്ചി is Urvasi ചേച്ചി. Okay, so she will make jokes. And she will make jokes on everybody and on herself. അതുകൊണ്ട് തിരിച്ചു actually that's easier. അത് she can easily do that. ഞാനും പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ചിരിച്ചു കഴിയുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ പിന്നെ അഞ്ജലിക്ക് കയറാൻ പറ്റുന്നു എന്നുള്ളതാണ്. Nothing happens when I'm like this all the time. I also could trust the process. എനിക്ക് അവിടെയാണ് മനസ്സിലായത്. സോ ഉർവശിയുടെ ചേച്ചിയിൽ കിട്ടിയ ഒരു ഇതെന്തായിരുന്നുണ്ടാവും ഈ ഒരു എൻറ്റയർ ലൊക്കേഷനിൽ വെച്ച്? One observation. I think the less seriously you take yourself, the better an actor you are. I think that's what I learned from her. ഉള്ളൊഴുക്കുകൾ എന്നതൊക്കെ അത് ഉള്ളൊഴുക്കായത് എന്തുകൊണ്ടാണ്? കാരണം ഇതിൽ എല്ലാവരും അണ്ടർ കറൻസ് ഉണ്ട്. ഈ സിനിമയിൽ ആരാ തെറ്റുകാരിന്നോ പറയാൻ? That's the point. അല്ലേ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അതിനെല്ലാം ഞാൻ യോജിക്കുന്നുണ്ട്. അതെ, that's wonderful to know. അതാണ് എനിക്ക് തോന്നിയത്, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക്. ഒരാളുടെ കണ്ണുകൂടെ നോക്കുമ്പോൾ അത് ശരിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. യുവർ ഫാദർ, യുവർ മദർ, സിസ്റ്റർ ആൻറ്റി, ഷേബ, എവരിബഡി പറയുന്ന കാര്യങ്ങൾ എല്ലാം തെറ്റേ ഇല്ല അതിൽ. ഈവൻ എന്താ പറയാ, ഇനി ചെറിയ ന്യൂവാൻസസ് മൊത്തം ഞാൻ നോക്കും. അപ്പോൾ ഉള്ളൊഴുക്കുകൾ വെക്കാതെ ഒക്കെ ആക്കാൻ എന്താ കാരണം? അതെനിക്ക് എന്താണ് ഉള്ളൊഴുക്കുന്ന എനിക്ക് ഈ സമയത്താന്ന് അറിയില്ല ഈ പേര് അല്ലല്ല ഉള്ളൊഴുക്കെന്നുള്ള പേര് വന്നത്. ആദ്യം വേറൊരു പേരായിരുന്നു, പിന്നെ ഒരു സമയത്താണ് ഉള്ളൊഴുക്കെന്നുള്ള പേര് വന്നത്. വെള്ളവും മാനേജ് ചെയ്ത് പോകും. എന്തൊരു ബ്യൂട്ടിഫുൾ ടൈറ്റിൽ അത്. അണ്ടർ കറന്റ് cannot cut it. അണ്ടർ കറന്റ് അല്ല ഉള്ളൊഴുക്ക് ആക്ച്വലി, ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ലേ, അത് ആക്ച്വലി ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല.
ഉള്ളൊഴുക്ക് ഇസ് ഇന്നർ കറന്റ് ആക്ച്വലി. പക്ഷെ ഇന്നർ കറന്റ് വിൽ സൗണ്ട് വിയർഡ് ഐ ഗസ്. പക്ഷെ ഉള്ളൊഴുക്ക് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ടെക്സ്ചർ നമുക്ക് അണ്ടർ കറന്റിൽ കിട്ടില്ല. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐ വോണ്ട് ടു സേ ഇസ് നീസില്ലേ, അപ്പൂസിന്റെ ചെറിയ മൂമെന്റ്സ് ഉണ്ട്. ഐ ഓൾസോ അപ്രീഷിയേറ്റ് സം ഓഫ് ദി എഡിറ്റ്സ് യു ഹവ് മെയ്ഡ്. യു ഡിഡ് നോട്ട് യൂസ് സം സീൻസ് വിത്ത് ഹർ ആൻഡ് മീ. ഐ അണ്ടർസ്റ്റാൻഡ് വൈ. അതെ, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ ഫൈറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി ഇൻ സച്ച് ഫാമിലീസ് വി ഓൾവേസ് സീ ചില പെൺമക്കൾ കൂടുതലും കുട്ടികൾ വലിയ ആൾക്കാരെ പോലെ ബിഹേവ് ചെയ്യുന്നത്. ദിൽ ഡു എവറിത്തിങ് ഓൾസോ. അവർ കുട്ടിത്തവും ഉണ്ട് അവരിൽ. പക്ഷെ ഷീസ് ക്ലീനിങ് ദ ചെയർ. കാര്യം എല്ലാവരും ക്ലീൻ ചെയ്യുന്നു, ഞാനും ഒരു തുണി എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. സോ ഞാൻ അവിടെ അകത്ത് നിന്നിട്ട് വിൻഡോന്ന് പുറത്ത് നോക്കുമ്പോൾ ഷീ ജസ്റ്റ് ലുക്സ് അറ്റ് മീ ആൻഡ് സേസ് ഹായ്. And that puts a smile on my face, and it's so real because just because ഇവിടെ ഫൈറ്റ് നടന്നുണ്ട് doesn't mean I won't smile. ഉള്ളൊഴുക്കിൽ നിന്ന് മുന്നോട്ടേക്കും താങ്കൾ അഞ്ജുവിൽ നിന്ന് മുന്നോട്ടേക്ക് എന്താണ്? ഞാൻ മുന്നോട്ട് പോയി ഓൾറെഡി. ഞാൻ 1890s ഉള്ള പീരിയഡ് ഡ്രാമ ഫിലിം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ചേരം സംവിധായിക ആവാനുള്ള എല്ലാ പണിയിലും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിലല്ലേ? ചെന്നൈയിലാണ്. ഇടയ്ക്ക് അവിടെ വരാം, ഞാൻ അവിടെ ഉണ്ട്. താങ്കൾ ഞാൻ അടുത്ത പ്രോജക്ട്സിന്റെ ഡിസ്കഷനിലാണ്. ഒരു ഹിന്ദി സീരീസ് എന്താണ് ഡെവലപ്മെന്റ് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു 2 അവാർഡ് 3 അവാർഡ് കിട്ടി. 3 അല്ലേ? സിമ്പിൾ. താങ്ക് യു. താങ്ക് യു.